നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യപൂർവ്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമസ്കാരം ഒന്ന് ളുഹാ നമസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യപൂർവ്വം സമൂഹത്തെ ഓർമ്മിപ്പിച്ച നമസ്കാരങ്ങളിലൊന്നാണ് ളുഹാ നമസ്കാരം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ആത്മമിത്രമായ അള്ളാഹുവിൻ്റെ ദൂതർ എന്നോട് വസിയ്യത്ത് ചെയ്തു. വസിയ്യത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ശ്രദ്ധയോടെ പാലിക്കേണ്ട, നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ട സുപ്രധാനമായൊരു വിഷയം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഔസാനി, എന്നോട് വസിയ്യത്തായി പറഞ്ഞു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നൽകിയ വസിയ്യത്ത്? 3 കാര്യങ്ങളാണ് വസിയ്യത്ത് നൽകിയത്. ഒന്ന്, ബിസിയാമി സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിനം നോമ്പനുഷ്ഠിക്കുക. അറബി മാസത്തിലെ 13, 14, 15 ഈ ദിവസങ്ങളിൽ അയ്യാമുൽ ബീദ്, വെളുത്ത ദിനങ്ങൾ എന്ന് പറയുന്ന ദിനങ്ങൾ, ആ ദിനങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം വറക്കായത്തെ തവാഫ്, വറക്കായത്തെ ലുഹായുടെ 2 റക്അത്ത് നമസ്കാരം. 2 റക്അത്ത് ളുഹാ നമസ്കരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്ത്. സ്വാഭാവികമായും ളുഹാ നമസ്കാരം നിർവഹിക്കാൻ അധികം ആളുകൾക്കും സൗകര്യം ലഭിക്കും. സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്നു കഴിഞ്ഞാൽ ളുഹായുടെ സമയം ആരംഭിച്ചു. സൂര്യൻ മധ്യത്തിലെത്തുമ്പോഴെന്നവരെയാണ് അതിൻ്റെ സമയം. അപ്പോൾ ഒരു വിശാലമായ സമയം ളുഹാ നമസ്കരിക്കാൻ ലഭിക്കുന്നുണ്ട്. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുന്നതോടുകൂടെയാണ് സാധാരണഗതിയിൽ ളുഹർ ബാങ്ക് വിളിക്കുന്നത്, ളുഹറിൻ്റെ സമയമാകുന്നത്. ളുഹാ നമസ്കാരത്തിൻ്റെ ഏറ്റവും കുറഞ്ഞതാണ് 2 റക്അത്ത് എന്നോട് ഉദ്ദേശിക്കുന്നത്. ചുരുങ്ങിയത് 2 റക്അത്താണ്. സാധാരണ ഒരു ജോലിക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ റൂമിൽ നിന്ന് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്ത് 2 റക്അത്ത് ളുഹാ നമസ്കരിച്ചിറങ്ങുക. സൂര്യൻ ഉദിച്ച ശേഷം ആണ് അവൻ ജോലിക്ക് ഇറങ്ങുന്നതെങ്കിൽ, അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ സമയം ലഭിക്കുന്ന വ്യക്തിയാണെങ്കിൽ സൂര്യൻ മധ്യത്തിലെത്തുന്ന ഉച്ചയാകുന്നതിൻ്റെ ഇടയിലുള്ള സമയം, ആ സമയങ്ങളിൽ എപ്പോഴെങ്കിലും 2 റക്അത്ത് നമസ്കരിക്കുക. ഇത് വലിയ പ്രാധാന്യമാണ് ളുഹാ നമസ്കാരത്തിന് നൽകിയിട്ടുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമ്മുടെ ഓരോ സന്തുക്കൾക്കും ചില കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും ചില കടപ്പാടുകൾ നിർവഹിക്കാനുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ ഇതെല്ലാം സദഖയാണ്, ധർമ്മമാണ്, പുണ്യകർമ്മങ്ങളാണ്. അവസാനം ആ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞ വാചകം, വയുജ്സിഉ മിൻ ദാലിക റക്അത്താൻ, ഇതിനെല്ലാം പരിഹാരമായിക്കൊണ്ട് ളുഹയുടെ 2 റക്അത്ത് മതിയാകുന്നതാണ് എന്നാണ്. അപ്പോൾ ളുഹാ നമസ്കാരത്തിലെ 2 റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഈ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് തസ്ബീഹും തഹ്ലീലും തക്ബീറും എല്ലാം ചെയ്യുന്നതിന് പകരം മതിയാകും. സുബ്ഹാനല്ലാഹ് എന്ന്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇങ്ങനെയുള്ള തസ്ബീഹുകൾ, ദിക്റുകൾ ചൊല്ലുന്നതിനെല്ലാം ഈ സന്തുക്കൾ കൊണ്ട് ചെയ്യേണ്ടതായ ധർമ്മങ്ങൾക്കെല്ലാം പരിഹാരമായി ളുഹായുടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ മതിയാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ളുഹാ നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ വന്നത് 8 റക്അത്താണ്. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ പറയുന്നു, മക്ക വിജയ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്നു. ഉമ്മു ഹാനി അബൂ താലിബിൻ്റെ മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിൻ്റെ മകളാണ് ഉമ്മു ഹാനി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 8 റക്അത്താണ് നമസ്കരിച്ചത്. ഈരണ്ടായി നമസ്കരിച്ച് സലാം വീട്ടിക്കൊണ്ട് 8 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ളുഹാ നമസ്കരിക്കുന്ന ഒരാൾക്ക് കൂടിയാൽ 8 റക്അത്ത് വരെ ആകാം എന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണം. അപ്പോൾ ഏതാണെങ്കിലും ശരി, ഒരു 2 റക്അത്ത് ളുഹാ നമസ്കരിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്തായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു.